ഹലോ അസ്സലാമു അലൈക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ബേബി ബയോഗ്രഫി ഫ്രെയിം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടും പിന്നെ ബേബി ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് സെറ്റ് ചെയ്യേണ്ട കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും നമ്മൾ മുന്നേ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മൾ പിൻട്രസ്റ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബേബി ബോയ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടും, ഗേൾ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് ഞാൻ ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചു, നമുക്കവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബേബി ബോയിയുടേതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് ഇതിൽ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിൽ സൂക്ഷിച്ച് വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മളിതെല്ലാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ക്യാൻവ ആപ്പ് എടുക്കുക. അതിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ക്യാൻവ ആപ്പ് തന്നെയാണ് യൂസ് ചെയ്തത്. അതിൽ പിന്നെ നമ്മൾ പേജ് സെറ്റ് ചെയ്യുന്നത് A4 സൈസിലാണ്. അപ്പോൾ ഒരു A4 സൈസായിട്ടുള്ള ബേബി ബയോഗ്രഫി ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ A4 സൈസ് ചൂസ് ചെയ്യുക. നമ്മൾ ആ സെർച്ച് ബാറിൽ പോയിട്ട് A4 ഡോക്യുമെൻ്റ് അടിച്ചാൽ നമുക്ക് A4 സൈസിൽ ഒരു പേജ് ഓപ്പൺ ആയി വരും. എന്നിട്ട് അതിൽ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടെംപ്ലേറ്റ്സ്, എലിമെൻറ്റ്സ്, ഫോട്ടോസ്, അപ്ലോഡ്സ്, ടെക്സ്റ്റ്, സ്റ്റൈൽസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ എലമെൻറ്റ്സ് എടുക്കാം. എലമെൻറ്റ്സിലെടുത്തിട്ട് നമ്മൾ ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്രെയിംസ് വരും. പല ഷേപ്പിലുള്ള ഫ്രെയിംസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് സർക്കിളാണ്. ഇപ്പോൾ സർക്കിൾ ചൂസ് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ ബേബിയുടെ ഫോട്ടോ വെക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെൻറ്ററിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. തൽക്കാലം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്യാൻവയിൽ തന്നെയുള്ള ഓപ്ഷനായ ഫോട്ടോസിൽ പോയിട്ട് ഒരു ബേബി ബോയിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. എനിക്ക് കിട്ടിയ വർക്കിൻ്റെ എല്ലാം ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്കൊരു ട്യൂട്ടോറിയലായിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളത് ഡ്രാഗ് ചെയ്ത് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ആക്കിയാൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ആവും. പിന്നെ നമുക്കത് ടച്ച് ചെയ്തിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യലും പിന്നെ അതിനെ മൂവ് ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിൽ വെക്കുകയൊക്കെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഏത് ഇഷ്ടമുള്ളത് മാറ്റാം. പക്ഷേ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് വൈറ്റാണ്. എനിക്ക് വൈറ്റിൽ ചെയ്യാനാണ് കുറച്ചുകൂടി ഇഷ്ടം. അതിനുശേഷം നമ്മൾ ഫോട്ടോസ് കഴിഞ്ഞ് ഇനി അപ്ലോഡ്സ്. നമുക്കിനി എന്തെങ്കിലും സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചില്ലേ, അത് നമുക്ക് ഈ ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ പേജിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ആണ്. അല്ലാണ്ട് ഡയറക്റ്റ് ക്യാമറയിൽ പോയിട്ട് ഫോട്ടോസ് എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ളത് ഇങ്ങനെ അപ്ലോഡ് ചെയ്തെടുക്കുന്ന ഫോട്ടോസിലാണ്. നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ച ഓരോ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ നമുക്ക് ഈ പേജിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് എവിടെയാണെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫോട്ടോ തന്നെ ഞാൻ ഡബിളായിട്ട് ഒന്നുകൂടി തന്നെ എടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഈ വെഹിക്കിൾ മാത്രം മതി എനിക്ക്, മറ്റേത് എനിക്ക് കുറച്ചുകൂടി വലുതായിട്ടാണ് വേണ്ടി. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് മുകളിലേക്കൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ക്രോപ്പ് ചെയ്ത് വെച്ചത് നമുക്ക് കിട്ടും. അതിനെ നമുക്ക് ആവശ്യാനുസരണം വലുതാക്കുകയും ചെറുതാക്കുകയും നമുക്ക് വേണ്ടടുത്ത് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ വെഹിക്കിൾ കിട്ടില്ല. എന്നിട്ട് നമ്മളിത് പൊസിഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ആ ഒരു സാധനത്തെ, ആ ഒരു സ്റ്റിക്കറിനെ നമുക്ക് ഫോട്ടോയുടെ അടിയിലോ മുകളിലോ ആയിട്ട് കൊണ്ടുവരാം. അത് ബാക്ക്വേർഡോ ഫോർവേഡോ കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഈ ബേബി ഫ്രെയിമിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുമല്ലോ. പേരൻസ്, ബേബിയുടെ വെയിറ്റ്, ഹൈറ്റ്, പിന്നെ വിച്ച് ഹോസ്പിറ്റൽ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ക്യാൻവയിൽ അതിൻ്റെ സ്റ്റിക്കേഴ്സ് കിട്ടും. സ്റ്റിക്കേഴ്സ് ടെംപ്ലേറ്റ്സ് കിട്ടും. ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ കപ്പിൾസിൻ്റെ നമുക്ക് കൊടുക്കാം. ഇനി ഹൈറ്റിനാണെങ്കിൽ ഹൈറ്റ് മെഷർ ചെയ്യുന്ന ആ ഒരു മെഷീൻ്റെ ഗ്രാഫിക്ക്, അതുപോലെ ഹൈറ്റിൻ്റെ സ്കെയിലോ അല്ലെങ്കിൽ ടേപ്പോ അങ്ങനെയുള്ളതിൻ്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ നമുക്ക് ക്യാൻവയിൽ നമ്മൾ ഈ താഴെ കാണുന്ന പേർപ്പിൾ പ്ലസ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസിൽ എലമെൻസിൽ പോയാൽ അവിടുത്തെ സെർച്ച് ബാറിൽ നമുക്ക്
ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രോ എന്ന് എഴുതി കാണിക്കുന്നത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് എടുക്കാൻ നിൽക്കരുത്. അതിന് പേ ചെയ്യേണ്ടി വരും. നമുക്ക് ഈ ഒരു പേജ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അത് പേ ചെയ്താൽ മാത്രമേ സേവ് ചെയ്യാൻ പറ്റൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ പ്രോ എന്ന് എഴുതാത്തത് നോക്കി സെലക്ട് ചെയ്യുക. ഫ്രീ എന്ന് എഴുതിയത് മാത്രം എടുക്കുക. ചിലപ്പോൾ ഫ്രീ എന്ന് എഴുതിയില്ല, എന്നാലും പ്രോ അടിയിൽ എഴുതാത്തത് മാത്രം എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സേവ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നിനും നമ്മളിങ്ങനെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തിട്ട് അതിന് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്തിട്ട് ആ പേജിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓരോ തവണയും ടെക്സ്റ്റിൽ പോയിട്ട് ടെക്സ്റ്റ് എഴുതുന്നതിന് പകരം ഞാൻ ഈ ആദ്യം എഴുതിയ ഒരു ടെക്സ്റ്റിന് തന്നെ താഴേന്ന് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സെയിം വേർഡ് ഒന്നുകൂടി എടുത്ത് അതിനെ എഡിറ്റ് ചെയ്തിട്ടാണ് അടുത്ത വേർഡ് ഉണ്ടാക്കുക. കാരണം ഈ ബാക്ക് അടിച്ച് എലമെൻറ്റ്സ് ആ ഒരു ഓപ്ഷനിൽ പോയി ടെക്സ്റ്റ് എടുത്തിട്ട് പിന്നെ ടൈപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം. അതിനും എത്രയോ എളുപ്പമാണ് നമ്മൾ ഓൾറെഡി ആദ്യം ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫോണ്ടും ടെക്സ്റ്റും മാറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യുക. അതൊക്കെ നമ്മളെ ഒരു ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും നമ്മളതിനെ ഡെക്കറേറ്റ് ചെയ്യുക. അപ്പം എനിക്കിഷ്ടമുള്ള പോലെ എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അതിനനുസരിച്ചുള്ള ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ താഴെയായിട്ട് ഓരോ ടൈറ്റിൽസിൻ്റെ താഴെയായിട്ട് അതിൻ്റെ സബ് ടൈറ്റിൽസ് കൂടെ കൊടുക്കണം. ഇപ്പം മൊമെൻ്റ് ആണെങ്കിൽ അവരുടെ നെയിം, ഹൈറ്റ് എത്രയാണോ ബേബിയുടെ അത് കൊടുക്കാം, വെയിറ്റ് എത്രയാണോ അത് കൊടുക്കണം, പിന്നെ ഏത് ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ആ ഡേറ്റ്, ടൈം ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഒരേ ഫോണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഫോണ്ടുകൾ അവൈലബിൾ ആണ്. ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ തന്നെ അതിൻ്റെ അടിയിൽ ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ വരും. ആ ഫോണ്ടിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോണ്ടിനെ ഭംഗിയാക്കാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഫോണ്ടുകളുടെ കളർ നമുക്ക് മാറ്റാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഫോണ്ടുകൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴെയുള്ള ഓപ്ഷൻസിൽ നമുക്കതിൻ്റെ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കളേഴ്സിൽ പോയിട്ട് നമുക്കതിൻ്റെ കളറ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് ഞാൻ അവിടെ കൊടുക്കുന്നത് ടെക്സ്റ്റിൽ പോയിട്ട് ബേബിയുടെ നെയിം കുറച്ച് ബിഗ് ആയിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ ടെക്സ്റ്റിൽ തന്നെ പോയിട്ട് ചെയ്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിലല്ലാണ്ടും ഇതിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ചെയ്യാം. ഇനിയിപ്പോൾ അത് വേണ്ട, നന്നായിട്ട് തന്നെ ചെയ്യാം, കുറച്ച് കഷ്ടപ്പെടാൻ പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, ടെക്സ്റ്റിൽ പോയിട്ട് നമുക്ക് ആഡ് ടെക്സ്റ്റിൽ പോയിട്ട് കുട്ടിയുടെ പേരെന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് എടുക്കാം. ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സ്റ്റൈലിലേക്ക് മാറ്റാം, സൈസ് മാറ്റാം, കളറ് മാറ്റാം. എന്തായാലും ബേബിയുടെ നെയിം ഞാൻ എപ്പോഴും കുറച്ച് ബിഗായിട്ടാണ് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ബാക്കിയുള്ളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ബേബിയുടെ നെയിം ഒന്ന് വലുതാക്കി എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബേബിയുടെ ഫോട്ടോ ആ സർക്കിൾ ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നുകയാണ്. നേരത്തെ പോലെ എലമെൻറ്റ്സ് പോയിട്ടിൽ സർക്കിൾ എടുക്കാം. സർക്കിൾ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ആ എലമെൻറ്റ്സിൽ സെർച്ച് ചെയ്ത പല ടൈപ്പ് ഓഫ് സർക്കിൾസിൻ്റെ സ്റ്റൈൽസ് വരും. അപ്പോൾ അതിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായ ഈ ഒരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ അതെടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫൈനലായിട്ട് ഈ സേവ് ബട്ടൺ കൊടുക്കാം. അപ്പം നമ്മൾ ഫ്രീ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്, ഗ്രാഫിക്സ് ആണ്, എലമെൻറ്റ്സ് ആണ് എടുത്തതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം.
നമ്മൾ ഈ ബേബി ബയോഗ്രഫി ഫ്രെയിം സെറ്റ് ചെയ്തത് A4ലാണ്. ചില സ്ഥലങ്ങളിൽ A3യിൽ മാത്രമേ പ്രിൻ്റ് എടുക്കുള്ളൂ, A4 അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ക്യാൻവയിൽ തന്നെ പോയിട്ട് A3 ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്തിട്ട് ആ A3 ഡോക്യുമെൻറ്റിലേക്ക് ഈ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച, നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച ആ ഒരു A4 സൈസ് അപ്ലോഡ് ചെയ്യുക. ക്യാമറയിൽ അപ്ലോഡ്സിൽ പോയിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം A3യിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു A4 സൈസ് എടുത്ത് ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഈ സ്റ്റിക്കർ വെച്ചു. ഈ സ്റ്റിക്കർ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിക്കൊടുത്തപ്പോൾ കണ്ടില്ലേ, രണ്ടും വെവ്വേറെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ വൈറ്റിലാകുമ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഈ സെയിം ഇമേജ് ഞാൻ അതിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ അങ്ങ് ക്രോപ്പ് ചെയ്തു. എന്നിട്ട് താഴെയുള്ള ഓട്ടോ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ട്രാൻസ്പെറൻ്റ് ആക്കി കിട്ടും. ഇനി നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഈ ഒരു സ്റ്റിക്കർ കൊണ്ടുപോയി ഫിക്സ് ചെയ്യാം. ഇനി ഇത് സേവ് ആക്കിയതിന് ശേഷം നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ക്യാൻവയിലേക്ക് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്തെടുക്കാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇനി ഈ സെയിം സ്റ്റിക്കർ തന്നെ, എലിമെൻ്റ് തന്നെ നമ്മൾ എവിടെ നേരത്തെ ഈ കളറിലായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ വൈറ്റ് ഭാഗം കണ്ടിരുന്നു. ഇനി ഏത് കളറ് മാറ്റിയാലും ഒരു പ്രശ്നവുമില്ല. ഇത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഫ്രെയിമാണ്. കാരണം എപ്പോഴും നമുക്ക് നമ്മുടെ ബേബീസ് സ്പെഷ്യലാണല്ലോ. അവരുടെ ആ സ്പെഷ്യൽ മൂമെൻറ്റ് നമുക്ക് എപ്പോഴും ഓർമ്മിക്കാൻ ഈ ഒരു ഫ്രെയിം അടിപൊളിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.